നമ്മുടെ നാടിൻ്റെ ഗൗരവമായൊരു പ്രശ്നമായി കാണുന്നതാണ് പലയിടങ്ങളിലും മാലിന്യം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത്. നമ്മളെല്ലാവരും വ്യക്തിപരമായി വലിയ ശുദ്ധി പാലിച്ചു പോകുന്നവരാണ്. മൊത്തത്തിൽ കേരളീയർ മിക്കവാറും ആളുകൾ 2 തവണ കുളിക്കുന്നവർ വരികയാണ്. അങ്ങനെയുള്ള ശുചിത്വബോധം വ്യക്തിപരമായി പുലർത്തുന്നവരാണ്. പക്ഷെ അങ്ങനെയൊരു ജനത ജീവിക്കുന്ന നാട്ടിൽ ആ ജനതയുടെ സംസ്കാരത്തിന് ചേരാത്ത രീതിയിൽ മാലിന്യങ്ങൾ പലയിടത്തായി വലിച്ചെറിയുന്ന അവസ്ഥ, അവരവരുടെ വീട് നിൽക്കുന്ന ഇടം ഒഴിച്ച് മറ്റെവിടെയും മാലിന്യം വലിച്ചെറിയാമെന്ന ധാരണ ഒരു പറ്റം ആളുകൾക്കുണ്ടായി. അതിൻ്റെ ഫലമായി പലയിടങ്ങളിലും മാലിന്യം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. ജലാശയങ്ങൾ മാലിന്യ കൂമ്പാരമായി മാറുന്ന അവസ്ഥ. ജലാശയങ്ങൾ മാലിന്യ കൂമ്പാരമായാൽ ആ ജലമാണ് പിന്നീട് നാം ഉപയോഗിക്കുന്നത്. പലവിധ രോഗങ്ങൾക്ക് അതിടയാക്കുക. ഇത് ഒരു ഘട്ടത്തിൽ മാലിന്യ സംസ്കരണത്തിനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നാം തീരുമാനിക്കുന്നിടത്തേക്ക് എത്തിച്ചു. ആ പ്രവർത്തനം നല്ല രീതിയിൽ നടത്താൻ നമുക്ക് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായുള്ള ബോധവൽക്കരണ പ്രക്രിയ നടന്നു. ഇപ്പോൾ പൊതുവെ നല്ല അന്തരീക്ഷം വന്നു എന്ന് പറയാം. അത്തരം കാര്യങ്ങൾക്ക് മുൻകൈയും നേതൃത്വവും എടുത്തത് തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ്. പക്ഷേ ഇപ്പോഴും പൂർണ്ണമായും മാലിന്യമുക്തമായിട്ടില്ല. നമ്മുടെ നാടിനെക്കുറിച്ച് നമ്മൾ കാണേണ്ടത് ലോകത്തിൻ്റെ മുന്നിൽ ഒരു പ്രത്യേക വരദാനമായി നിൽക്കുന്ന ഒരു ഭൂമിയാണ് നമ്മുടെ ഈ സംസ്ഥാനം. ഇത്രമാത്രം പ്രകൃതി ഭംഗിയും മനോഹാരിതയും നിറഞ്ഞൊരു സ്ഥലം. നമ്മുടെ നാട്ടുകാരല്ലാത്തവരെല്ലാം ഇങ്ങോട്ട് വരുമ്പോൾ അവർ വല്ലാതെ ഹരം കൊള്ളുകയാണ്. വീണ്ടും വരണമെന്നാഗ്രഹിക്കുക. പക്ഷെ അവരൊരു ഭാഗത്തുകൂടി പോകുമ്പോൾ മൂക്ക് പിടിച്ചു പോകേണ്ട അവസ്ഥ വന്നാൽ പിന്നെ തിരിച്ചു വരാൻ വലിയ താല്പര്യം കാണിക്കില്ല. പോകുന്ന വഴിക്ക് അവര് കാണാൻ ചെല്ലുന്ന സ്ഥലത്ത് മാലിന്യം നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത മനംമടുപ്പ് അവർക്ക് വരും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നാടാകെ പൂർണ്ണമായും മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു യജ്ഞം ആരംഭിച്ചിട്ടുള്ളത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ആ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഉറപ്പായും ഇത്തവണ പൂർണ്ണ മാലിന്യമുക്താവസ്ഥ നേടാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് തുറന്നു കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ആ തുറന്നു കൊണ്ടുപോകുന്നതിന് നല്ല ഇടപെടൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് തന്നെ വേണ്ടതാണ്.